ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മുടങ്ങാണ്ട് കൊണ്ടുവരുന്ന ഒരേ ഒരു ഐറ്റമാണ് ഉറത്തൈര്. ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തൈരും മോരും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അൽമറായിൻ്റെ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ സമയം എടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. എന്നിട്ട് അത് നന്നായിട്ട് തണുത്ത ശേഷം, അതായത് പുറത്ത് വെച്ചിട്ട് തന്നെ ചൂടാറിയ ശേഷം അതിലോട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉറത്തൈരുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട്. ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ പൊട്ടുന്ന പാത്രത്തിലോ വേണം നമ്മളിതുപോലെ തൈര് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ പാലും തൈരും കൂടി മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉറത്തൈര് ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ അടച്ച് വെക്കുക. ഒരു 6-7 മണിക്കൂർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തൈര്, ഇപ്പം ഇവിടെ ചൂടുള്ള കാലാവസ്ഥയാണ്, അതുകൊണ്ട് 6-7 മണിക്കൂർ കൊണ്ട് നല്ല കട്ടിയുള്ള തൈര് കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണ്. കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നേരം പുറത്ത് വയ്ക്കുക. ഇത് മുഴുവനായിട്ടും കഴിച്ച് തീർക്കരുത്. ഇതിന്ന് 1-2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുക. നമുക്ക് വർഷങ്ങളോളം ഇതുപോലെ തൈര് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രൈ ചെയ്യാം കേട്ടോ.